നമസ്കാരം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം അനിശ്ചിതമായി നീണ്ടുപോകവേ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് ഉടൻ പ്രഖ്യാപിച്ചേക്കും. ഇന്നലെ ഡൽഹിയിൽ നടന്ന മാരത്തൺ ചർച്ചയിൽ ഒരു തീരുമാനവും ഉരുത്തിരിഞ്ഞില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലുമായും സതീശനുമായും ഹൈക്കമാൻഡ് ചർച്ച നടത്തി. മൂവരും മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇന്നലെ ഉറച്ചു നിന്നത്. ഇതോടെയാണ് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡ് ചർച്ച അവസാനിപ്പിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം ഉടൻ തന്നെ വന്നേക്കും. സോണിയാഗാന്ധിയുമായി ആലോചിച്ച് രാഹുൽ ഗാന്ധിയാണ് തീരുമാനം കൈക്കൊള്ളുക. നിലവിൽ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മാത്രമാണ് മുന്നിലുള്ളതെന്നാണ് സൂചന. ലീഗ് അമിത സമ്മർദ്ദം പ്രയോഗിച്ചാൽ മാത്രമേ വി.ഡി. സതീശന് സാധ്യതയുള്ളൂ. ഇതിന് സാധ്യത വളരെ കുറവുമാണ്. ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കേണ്ടി വന്നു എന്ന പഴി ഹൈക്കമാൻഡിന് കേൾക്കേണ്ടി വരും. നിയമസഭാ കക്ഷിയിൽ പിന്തുണയില്ലാത്തതാണ് സതീശന് വിനയായത്. എം.എൽ.എമാരുടെ പിന്തുണയില്ലാതെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യമാണ് സതീശനെ നിശബ്ദനാക്കിയത്. സോണിയയുടെ തീരുമാനം ചെന്നിത്തലയ്ക്ക് അനുകൂലമായേക്കും എന്നും സൂചനകളുണ്ട്. കേരളത്തിൽ സോണിയയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ രമേശ് ചെന്നിത്തല തന്നെയാണ്. അതോ ചെന്നിത്തലയെ ഒഴിവാക്കി കെ.സി. തന്നെ എത്തുമോ എന്നും ഉടൻ തന്നെ അറിയാൻ കഴിയും. മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ യുദ്ധം ഇന്നലെ തന്നെ നേതാക്കൾ അവസാനിപ്പിച്ചിരുന്നു. വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും സംയുക്തമായാണ് ഇന്നലെ രാത്രിയിൽ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടത്. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള തർക്കങ്ങൾ എല്ലാം തന്നെ അവസാനിപ്പിച്ചതായി മൂവരും പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധി കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി നടന്ന കേരളത്തിലെ തെരുവ് യുദ്ധവും സൈബർ യുദ്ധവുമാണ് രാഹുലിനെ പ്രകോപിപ്പിച്ചത്. ഇതെല്ലാം അവസാനിപ്പിച്ച ശേഷം മാത്രമേ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്ന് രാഹുൽ തീർത്തു പറഞ്ഞതോടെയാണ് നേതാക്കൾ ഒരുമിച്ച് ചേർന്ന് മഞ്ഞൊരുക്കിയത്. ഇത് അനുയായികൾ എല്ലാം തന്നെ അനുസരിക്കുമെന്നും ഈ മൂന്ന് നേതാക്കളും ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. ഖാർഗെയുടെ വസതിയിലെ യോഗം ഇന്നലെ രാത്രി നീണ്ടുപോയിരുന്നു. ഇനി നേതാക്കളുമായി ചർച്ചയില്ലെന്ന് ഹൈക്കമാൻഡ് മൂവരെയും അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുത്താലും ഒരു എതിർപ്പുമില്ലാതെ അംഗീകരിക്കുമെന്ന് വേണുഗോപാലും ചെന്നിത്തലയും സതീശനും ഹൈക്കമാൻഡിന് ഉറപ്പും നൽകിയിട്ടുണ്ട്. സതീശൻ ഇന്നലെ രാത്രി തന്നെ കൊച്ചിയിലേക്ക് മടങ്ങി. രമേശ് ചെന്നിത്തല ഇന്ന് ഡൽഹിയിൽ നിന്ന് തിരിക്കും. അടുത്ത മുഖ്യമന്ത്രിക്കായുള്ള കാത്തിരിപ്പ് എന്തായാലും നീളുകയാണ്.